വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ തുടർന്ന് പുതിയ വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ. പിന്തുണ PDP LDFിന് നൽകിയതിനെക്കുറിച്ചും വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. നയവും നിലപാടും മാറ്റിയാൽ RSS ആയാലും VD സതീശനായാലും കൂടെ കൂട്ടുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യൂസ് 18നോട് പറഞ്ഞത്. നിലപാടും രാഷ്ട്രീയവും തന്നെയാണ് പ്രശ്നമെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ജമാഅത്ത് ഇസ്ലാം ഉൾപ്പെടെയുള്ള ഏത് പ്രസ്ഥാനമായാലും അവരുടെ നിലപാട് വർഗീയ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തി ജനാധിപത്യപരവും പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുന്ന ആരുമായിട്ടും കൂട്ടുചേരുന്നതിന് ഞങ്ങൾക്ക് പ്രയാസമില്ല. ഞങ്ങൾ നിലപാടാ പ്രശ്നം, നയാ പ്രശ്നം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് നയത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തി വളർത്തിയെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്, അല്ലാണ്ട് വേറെ ഏതെങ്കിലും രൂപപ്പെട്ടത് വന്നതല്ല. കൃത്യമായ നിലപാട് സ്വീകരിക്കണം. ജമാഅത്തെ ഇസ്ലാമി നിലപാട് മാറ്റി വന്നാൽ വേണമെങ്കിൽ അല്ലെ മതരാഷ്ട്രവാദവും വർഗീയതയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൂവൽ തന്നെ അതാണ്. പിന്നെ ഇങ്ങനെ മാറ്റി വരിക, RSSനെ മാറ്റി വരാൻ പറ്റുമോ? ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ RSSന് സാധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിന് സാധിക്കുമോ? പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി വ്യക്തമാക്കി പറയാം. നയപരമായ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ എനിക്ക് ചോദിക്കാൻ സാധിക്കൂ. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ RSSന്റെ മുസ്ലിം പതിപ്പാണ്. മതരാഷ്ട്രവാദമാണ് രണ്ടിന്റെ അടിസ്ഥാനം. ചേരേണ്ടത് ചേരുമ്പടി ചേരുമെന്ന് പറയും. ആ അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി RSSന്റെ മുസ്ലിം പതിപ്പായിരിക്കെ അതിനെ PDPയുമായി തുലനപ്പെടുത്തുന്നത് ശരിയായിരിക്കില്ല. തന്നെയുമല്ല, നിങ്ങൾ പറയുന്ന കാലത്ത് PDP ഇന്നില്ലല്ലോ. ആ PDP ഇല്ല. അതിൻ്റെ തീവ്രവാദ ആശയങ്ങളുടെ സ്വഭാവത്തിൻ്റെ മാറ്റം വന്നിട്ടുണ്ട്. PDP നിലപാട് മാറ്റി എന്നാണ് LDFിന്റെ വാദം. അതുതന്നെയാണ് ബിനോയ് വിശ്വവും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് അവരുടെ വോട്ട് വാങ്ങുന്നതിൽ തെറ്റില്ല എന്നാണ് LDF ഇപ്പോൾ പറയുന്നത്. ഇന്നലെ MV ഗോവിന്ദൻ ഇതേ നിലപാടെടുത്തിരുന്നു. ഇന്ന് ബിനോയ് വിശ്വവും ഇതേ നിലപാട് തന്നെയാണ് പറയുന്നത്. അതേസമയം ഇതിന് മറുപടി നൽകുകയാണ് UDFിന്റെ നേതാക്കൾ. ആരുടെ വോട്ടും സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. അതേസമയം വെൽഫെയർ പാർട്ടി പിന്തുണ കൊടുത്താൽ CPM സ്വീകരിക്കുമെന്ന് MM ഹസനും പരിഹസിച്ചു. ഒരു കാര്യമുണ്ട്. ഈ ഇപ്പോൾ എന്ന് പറഞ്ഞത് ആര് നിലപാട് മാറ്റി വന്നാലും അവരെ ഒപ്പം കൂട്ടാം. അത് സതീശനായാലും ജമാഅത്തെ ഇസ്ലാമി MV ഗോവിന്ദൻ പറഞ്ഞാണ്. ഗോവിന്ദ മാഷ് അവിടെ തന്നെ ഇതില്ല ക്യാമറ. ഗോവിന്ദ മാഷ് ആദ്യം AK ശശീന്ദ്രന്റെ നിലപാട് ഒന്ന് തിരുത്തട്ടെ. AK ശശീന്ദ്രന്റെ നിലപാട് ഗോവിന്ദ മാഷ് ഉണ്ടോ എന്ന് ആദ്യം വ്യക്തമാക്കട്ടെ. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്താൽ നമ്മുടെ ഗോവിന്ദ മാഷ് രണ്ട് കൈയും നീട്ടി അത് സ്വീകരിക്കും. അതിലൊരു ഞങ്ങളെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വൈഷമ്യവുമില്ല. അവരെ വെൽഫെയർ പാർട്ടി പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിച്ചു. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ഇതാണ് UDFിന്റെ നിലപാട്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി UDFിന് പിന്തുണ കൊടുത്തതിനെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ തുടരുകയാണ്. ഇപ്പോൾ രഞ്ജിത്ത് രാമചന്ദ്രൻ ഒപ്പം VV അരുൺ നിലമ്പൂരിൽ നിന്ന് ചേരുകയാണ്. രഞ്ജിത്ത്, ഇന്നും ഇതേ വിഷയം തന്നെയാണല്ലോ നിലമ്പൂരിൽ ഉള്ളത്. ഇതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണല്ലോ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും. എത്രമാത്രം ന്യായീകരിക്കുവാൻ ഇപ്പോൾ കഴിയുന്നുണ്ട് UDFിനും LDFിനും? മഞ്ജുഷ്, നമ്മൾ നേരത്തെ പുറത്തുവിട്ട MV ഗോവിന്ദൻ തന്നെ പറഞ്ഞ മഴവിൽ സഖ്യവുമായി ബന്ധപ്പെട്ട് UDFിന്റെ മഴവിൽ സഖ്യവുമായി ബന്ധപ്പെട്ടായിരുന്നുവല്ലോ ചർച്ചകൾ ആരംഭിച്ചത്. അതിപ്പോൾ ഈ തലത്തിൽ പിന്നീട് PDPയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് UDFും തങ്ങളുടെ ആയുധങ്ങൾ കോപ്പുകൂട്ടിയപ്പോൾ, അത് മൂർച്ഛിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരസ്പരം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ അതാണ് വളരെ കൃത്യമായി തന്നെ MV ഗോവിന്ദനോട് ചോദിച്ചത്. ഈ PDP എന്നു മുതലാണ് നിങ്ങൾക്ക് വർഗീയ പാർട്ടി ആയത് എന്നുള്ളത്? കാരണം നമുക്കറിയാം PDPക്കെതിരെ LDF നടത്തിയ പ്രചരണങ്ങൾ നമുക്കറിയാം. മദനിയുമായി ബന്ധപ്പെട്ട കേസും അത് പിന്നീട് അത് ജയിലിലടച്ച വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അതിനുശേഷം PDPക്ക് എന്ത് സംഭവിച്ചു എന്ന് സ്പെസിഫിക് ആയിട്ട് തന്നെ MV ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നയങ്ങളും നിലപാടുകളും മാറ്റിയാൽ PDP പഴയ PDP അല്ല, നയങ്ങളും നിലപാടുകളും മാറ്റിയ PDP ആണ് ഇപ്പോൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. ആ PDPയുമായി സഹകരിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. അങ്ങനെ നയങ്ങളും നിലപാടുകളും മാറ്റി ആര് രംഗത്ത് വന്നാലും ആര് വന്നാലും അവരുമായി സഹകരിക്കാം. RSS നയം മാറ്റിയാൽ സഹകരിക്കാനാകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ പെട്ടെന്ന് പറഞ്ഞത്
അതിനെന്താ RSS അവരുടെ നയങ്ങൾ മാറ്റട്ടെ. പക്ഷെ അങ്ങനെ നയങ്ങൾ മാറ്റുന്ന ഒരു സംഘടന അല്ല RSS. സതീശനും നിലപാടും നയവും മാറ്റി വന്നാൽ വേണമെങ്കിൽ VD സതീശനോടും സഹകരിക്കാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതായത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന രാഷ്ട്രീയപരമായ പല വിഷയങ്ങളുണ്ട്, സാമുദായിക സംഘടനകളുമായുള്ള സഹകരണമുണ്ട്, അവർക്ക് പലപ്പോഴും ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന എതിർപ്പുകളുണ്ട്. ഇന്ന് നമ്മൾ രാവിലെ പുറത്തുവിട്ട ജമാഅത്തെ ഇസ്ലാമി സഹകരണം, വെൽഫെയർ സഹകരണം UDF-ൽ എതിർപ്പുമായി രംഗത്ത് വരുന്ന പശ്ചാത്തലം സമസ്തയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞ സാഹചര്യമുണ്ട്. സമസ്തയ്ക്ക് അതിൽ എതിർപ്പുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനെയൊക്കെ UDF ലീഗ് പ്രത്യേകിച്ച് പാച്ചപ്പ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനിടയിലാണ് നയവും നിലപാടും മാറ്റിയാൽ ആരുമായി സഹകരിക്കാം എന്നുള്ള MV ഗോവിന്ദന്റെ പരാമർശം രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകുന്നത്. ഇതിനെ തുടർന്ന് BVL-ഉണ്ട്. നേരത്തെ ബിനോയ് വിശ്വവുമായി കണ്ടിരുന്നു. ബിനോയ് വിശ്വം പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്ന രാഷ്ട്രീയ പാർട്ടി RSS പോലെ LDF-മായി ഒരു കാലത്തും സംവദിക്കാനോ സംസാരിക്കാനോ സഹകരിക്കാനോ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല. എത്ര നിലപാട് മാറ്റിയാലും അതുമായി ബന്ധപ്പെട്ട യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല LDF-ന് എന്ന് സ്പഷ്ടമായി വ്യക്തമാക്കിയായിരുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെക്കുന്ന വാദം വളരെ പ്രസക്തമാണ്. അതായത് നിലപാടുകൾ മാറ്റിയാൽ, നയങ്ങൾ മാറ്റിയാൽ ആരുമായി സഹകരിക്കാം. അതായത് LDF-ന്റെ വാതിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് തുറന്നു കൊടുക്കുകയാണ് എന്നുള്ള സന്ദേശം കൂടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നൽകുന്നുണ്ട്. പക്ഷെ അപ്പോഴും സഹകരണം എന്നുള്ളതൊക്കെ LDF കൂട്ടായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ എത്രത്തോളം കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട പരാമർശം എന്നുള്ളത് RSS ആയാലും, അതായത് നയം മാറ്റിയത് ഉദാഹരണം അദ്ദേഹം പറഞ്ഞതാണ്, RSS ആയാലും നയം മാറ്റി വന്നാൽ സഹകരിക്കാൻ തടസ്സമില്ല എന്ന് വളരെ ശരിയാണ് രജിത്ത്. അതാണ് PDP നയം മാറ്റി എന്നുള്ള നിലപാടാണ് ഇപ്പോൾ LDF ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ജമാഅത്തെ ഇസ്ലാമി ആ നിലപാടിൽ നിന്ന് മാറ്റം വന്നിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ആ നിലപാടിൽ നിന്ന് മാറ്റം വന്നിട്ടില്ല എന്നും LDF സ്ഥാപിക്കാൻ നോക്കുകയാണ്. അതിന് ഒരു ഉദാഹരണമായിരുന്നു ഇന്ന് സ്ഥാനാർത്ഥിയായ M സ്വരാജിന്റെ പ്രതികരണം. UDF-ന്റെയും മുസ്ലിം ലീഗിന്റെയും നയരൂപീകരണം നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് LDF. ഇതിന് UDF മറുപടി പറയണമെന്നാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറഞ്ഞത്. PDP മതരാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്നവരാണോ എന്ന് വിമർശനം ഉന്നയിക്കുന്നവർ മറുപടി പറയണമെന്നും സ്വരാജ് പറയുന്നു. അതേസമയം ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരാണ് എന്നാണ് CPM-ന്റെ നിലപാട്. PDP-യുടെ പിന്തുണയുടെ കാര്യത്തിൽ PDP മതരാഷ്ട്രവാദവും വർഗീയതയും മുൻപോട്ട് വയ്ക്കുന്ന ഒരു വിഭാഗമാണോ എന്ന് വിമർശിക്കുന്നവർ മറുപടി പറയണം. ആണെങ്കിൽ ഞാൻ പറഞ്ഞ വിഭാഗത്തിൻ്റെ വോട്ടുകൾ എന്ന നിലയ്ക്ക് നമുക്ക് ആ നിലപാട് തന്നെ സ്വീകരിക്കാം. മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്തുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണവർ. അവർക്കാണ് അറിഞ്ഞുകൂടാത്തത്. അതുകൊണ്ട് തന്നെ ഈ സമീപകാലത്തുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും അവരുടെ പിന്തുണയും ഇടതുപക്ഷത്തിനായിരുന്നില്ലേ. അതിനു മുൻപ് ഒരു UDF-നെ പിന്തുണച്ചിട്ടുണ്ട്. താൽക്കാലികമായി ഇവിടെ ജനകീയ പ്രശ്നങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ അതിന് മറുപടി പറയാനില്ലാത്തത് കൊണ്ടും 10 കൊല്ലത്തെ ഭരണത്തിനിടയിൽ ജനങ്ങൾക്കുണ്ടാക്കി കൊടുത്ത നേട്ടങ്ങളെക്കുറിച്ചോ വികസനങ്ങളെക്കുറിച്ചോ ഈ നിലമ്പൂർ മണ്ഡലത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചോ പറയാൻ കഴിയാത്തതുകൊണ്ട് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ഇതൊന്നും സ്വീകരിക്കില്ല. അല്ല, മറ്റെല്ലാവരുടെയും വോട്ട് പോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടിനും പ്രാധാന്യമുണ്ടല്ലോ. വെൽഫെയർ പാർട്ടി നേരത്തെയും UDF-ന്റെ കൂടെ വോട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF-നായിരുന്നു വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ. കേരളത്തിന് പുറത്ത് ഇന്ത്യ രാജ്യത്താകമാനം അവരുള്ള സ്ഥലത്തൊക്കെ ഇന്ത്യ മുന്നണിക്കാണ് അവർ പിന്തുണ കൊടുത്തത്. അതിനൊരു പ്രത്യേക കാരണം പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായ നയത്തിന്റെ, ആശയത്തിന്റെ, ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് PMS സലാം ലീഗ് നേതാവിന്റെ മറുപടി വന്നിരിക്കുന്നത്. ഇപ്പോൾ VV അരുൺ കൂടി ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. അരുൺ, സ്വരാജ് പറഞ്ഞതിലുമൊക്കെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. നിലമ്പൂരിൽ മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കുവാനുള്ള ഒരു നീക്കം ഇതിന് പിന്നിൽ ഉണ്ടല്ലോ. അതാണല്ലോ മതരാഷ്ട്രവാദം വെടിഞ്ഞിട്ടുണ്ടോ ജമാഅത്തെ ഇസ്ലാമി? ഇക്കാര്യം വ്യക്തമാക്കണമെന്ന് CPM ആവശ്യപ്പെടുന്നത്. അതേസമയത്ത് തന്നെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സമസ്തയിലെ ഒരു വിഭാഗം വോട്ടുകൾ ഭിന്നിപ്പിക്കുക, ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ള പ്രചാരണമല്ലേ LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും അതുമാത്രമാണ് ഇടതുമുന്നണിക്ക് ഇവിടെ ഏറ്റവും അധികം സാധു കൽപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. കാരണം മുസ്ലിം ലീഗിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ ഒരു ഭിന്നിപ്പുണ്ടാകണം. നേരത്തെ ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുമ്പോൾ ആ വോട്ടുകൾ പൂർണ്ണമായും അവർക്ക് ലഭിച്ചിരുന്നില്ല. അതേ സാഹചര്യം ഇപ്പോഴും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ സാധ്യതകൾ വർദ്ധിക്കുകയുള്ളൂ. ആ ഒരു രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ CPM പ്രധാനമായും പയറ്റുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വരുമ്പോൾ മുസ്ലിം ലീഗിനൊപ്പം നിൽക്കുന്ന വിഭാഗങ്ങൾ തന്നെ, സമസ്തയിലെ വിഭാഗങ്ങൾ തന്നെ മാറ്റി ചിന്തിക്കും. അതൊരുപക്ഷെ ആ വോട്ടുകൾ ഇടതുമുന്നണിയിലേക്ക്, സ്വരാജിലേക്ക് പോകും. അല്ലെങ്കിൽ അവർ നിശബ്ദരാകും. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ അൻവറിലേക്ക് പോകും.
ഉണ്ടാകും. ഇതെന്ത് സംഭവിച്ചാലും ഗുണം ചെയ്യുക, ആത്യന്തികമായി ഗുണം ചെയ്യുക ഇടത് സ്ഥാനാർത്ഥിക്കാണ്. അതാണ് അവർ ആ ഒരു രാഷ്ട്രീയം കൂടുതൽ ശക്തമായി പറയുന്നത്. അവിടെ അവർക്കൊരു തിരിച്ചടി ഉണ്ടാകുന്നതും പ്രതിസന്ധി ഉണ്ടാകുന്നതും PDPയുടെ പിന്തുണയാണ്. PDPയെ സ്വാഭാവികമായും വെള്ളപൂശേണ്ടതും ന്യായീകരിക്കേണ്ട സ്ഥിതിയിലേക്ക് CPM വരുന്നു. എത്രത്തോളം ഗുണം ചെയ്യുന്ന കാര്യത്തിൽ CPM ഇതിന് സംശയമുണ്ട്. കാരണം എത്രയാണ് ഇവിടെ PDPയുടെ വോട്ട് ശക്തി എന്ന കാര്യത്തിൽ CPMന് കാര്യമായ വിലയിരുത്തലുകളില്ല. അധികം വോട്ടൊന്നും അവർക്ക് 1000 താഴെ വോട്ടുണ്ടെങ്കിൽ മാത്രമേ പരമാവധി ഉണ്ടാകൂ എന്നൊരു കണക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് അവർക്ക് തിരിച്ചടിയാണ്. അതേ സാധ്യത തന്നെയാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDFൽ വരുമ്പോൾ അത് ലീഗിനെ വോട്ടുകൾ ഭിന്നിപ്പിക്കും, അത് ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷയാണ് CPMനും ഇടത് കേന്ദ്രങ്ങൾക്കും ഉള്ളത്. അതാണ് പരമാവധി ആ വിഷയം അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായും ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കഴിഞ്ഞ 2 ദിവസമായി ഉള്ളത് അതുതന്നെയാണ്. മഞ്ജുഷ ഇവിടെ വന്നു പോകുമ്പോൾ ഒരു പക്ഷേ ആ ഒരു തീവ്രതയിൽ ആ വിഷയം ഇവിടെ ഉന്നയിക്കപ്പെടില്ല. പക്ഷേ മഞ്ജുഷിന്റെ ആ അഭിമുഖത്തോടു കൂടിയ കാര്യങ്ങൾ വീണ്ടും MV ഗോവിന്ദന്റെ നിലപാട് തള്ളിപ്പറയുകയും അതിന് തൊട്ട് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടിയാണ് വീണ്ടും നിലമ്പൂരിലെ രാഷ്ട്രീയം ആ രീതിയിലേക്ക് മാറുന്നത്. ഇപ്പോൾ ഏറ്റവും ശക്തമായ വിഷയം ഇതുതന്നെയാണ്. അത് എങ്ങനെ ആർക്കൊക്കെ ഗുണമായി മാറും, ആരിലേക്കൊക്കെ വോട്ടുകൾ പോകും, ആരുടെയൊക്കെ വോട്ടുകൾ ചോരും എന്ന കാര്യമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകുന്നത്. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടിയുള്ളത്, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി പിന്തുണ UDFന് കിട്ടേണ്ട സുന്നി വിഭാഗം വോട്ടുകളിൽ വലിയ വിള്ളൽ ഉണ്ടാക്കുമെന്നാണ് സമസ്തയിലെ തന്നെ ഒരു വിഭാഗം, അതായത് ലീഗ് വിരുദ്ധർ പറയുന്നത്. കാലങ്ങളായി മുസ്ലിം ലീഗിന് കരുത്തായി നിൽക്കുന്ന EK സുന്നി വിഭാഗത്തിലെ ഭിന്നത UDF വോട്ടുകളെ ബാധിക്കുമെന്നാണ് ഇവർ വാദിക്കുന്നത്. എന്നാൽ ഇത് UDF വിജയത്തെ ബാധിക്കില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ വാദം. ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും രാഷ്ട്രീയം അംഗീകരിക്കുന്നവരല്ല സുന്നി വിഭാഗത്തിലെ വലിയൊരു ശതമാനം. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം പരസ്യമായി രംഗത്തുവന്നു. ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ 10 ഇരട്ടി വോട്ടുകൾ EK AP വിഭാഗം സമസ്തകൾക്ക് ഉണ്ടെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്ന നിലപാട് തെരഞ്ഞെടുപ്പിൽ UDFന് എത്രമാത്രം തിരിച്ചടിയാകുമെന്ന് പറയാൻ ആകില്ലെന്നും സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSSF മലപ്പുറം ഉപാധ്യക്ഷൻ നാസർ കരുളായി ന്യൂസ് 18നോട് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ വിരളമായ കുറച്ച് വോട്ടുകൾ മാത്രമാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. എന്നാൽ സുന്നി എന്ന് പറയുന്ന വോട്ട് നല്ല ഒരു വോളിയം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ തമ്മിൽ തുലനം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയൊരു വോളിയം വോട്ട് തന്നെ ഇവിടെ സുന്നി വിഭാഗത്തിനുണ്ട്. ഏകദേശം ഒരു 25,000-30,000 വോട്ട് ആ ഒരു രൂപത്തിൽ, ഞങ്ങളതിന് റേഞ്ച് എന്ന് പറയുന്ന രീതിയിലാണ് ശരിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാറുള്ളത്. കാലങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന AP വിഭാഗം സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നില്ല. സുന്നി വിഭാഗത്തിലെ വോട്ടുകൾ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടില്ലെന്ന് യുവജന സംഘടന SYSന്റെ നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് സഫുവാൻ അസ്ഹരിയും പറയുന്നു. വിജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പറ്റുന്ന ശക്തി തന്നെയാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ AP വിഭാഗം എന്നതും അതുപോലെ സുന്നികൾ മൊത്തത്തിലുള്ള വിഭാഗവും. ആ ശക്തി സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിലത് വോട്ട് വീഴുന്നിടത്ത് സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. എന്നാൽ എക്കാലവും ലീഗിനൊപ്പം നിൽക്കുന്ന സാമുദായിക സംഘടനകൾ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിൽക്കുമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷ. പിന്തുണ അവരെ സംബന്ധിച്ചിടത്തോളം UDF ജയിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾ കാണുന്നത്. മുസ്ലിം സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പോരാടുക. അതിലിപ്പോൾ ഈ സമയത്ത് നമ്മൾ ആരെയും ഒരു വകതിരിച്ച് കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സാമുദായിക സംഘടനകളുടെ നിലപാട് UDFന്റെ വിജയത്തെ തടയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം വ്യക്തമാക്കി. വെൽഫെയർ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ നിരുപാധികമായി UDFന്റെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി കണക്കിലെടുത്ത് UDFനെ വിജയിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് മാത്രം വേറെ ആരുടെയെങ്കിലും വോട്ടുകൾ നഷ്ടപ്പെടും എന്നുള്ള ചോദ്യമൊക്കെ അസ്ഥാനത്താണ്. 2000-നും 3000-നും ഇടയിലാണ് വെൽഫെയർ പാർട്ടിയുടെ നിലമ്പൂരിലെ വോട്ടുകൾ. EK AP വിഭാഗങ്ങൾക്ക് 40,000-നും 50,000-നും ഇടയിൽ വോട്ടുകൾ മണ്ഡലത്തിൽ ഉണ്ടെന്ന് അവരും അവകാശപ്പെടുന്നു. UDFനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വൈകാരിക വിഷയമായി മാറിയാൽ സുന്നി വിഭാഗത്തിൽ നിന്നുള്ള UDF അനുകൂല വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. CV അനുമോദ്, ന്യൂസ് 18, നിലമ്പൂർ. CV അനുമോദ് കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, സുന്നി വിഭാഗം വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കുവാനുള്ള ശ്രമം ഇതിനു മുൻപും നടന്നിട്ടുള്ളതാണ്. ഇപ്പോൾ പൊന്നാനിയിലുണ്ടായ ആ കാര്യം അത് ചൂണ്ടിക്കാട്ടിയല്ലേ ലീഗ് നേതൃത്വം ഇതിനെ പ്രതിരോധിക്കുന്നത്? ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിരോധം അതുതന്നെയാണ്. കാരണം ആദ്യമായിട്ടല്ല ഈ ലീഗിനെതിരെ സമസ്തയിലെ ഒരു വിഭാഗം രംഗത്തെത്തുന്നതും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകുമെന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ ഇതിൻ്റെ ഏറ്റവും
വലിയ തോതിലുള്ള ഒരു സ്വാധീനം ഉണ്ടായെന്ന് അവർ അവകാശപ്പെട്ടതാണ്. പക്ഷേ അവിടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയം നേടാൻ കഴിഞ്ഞതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ ലീഗിനെ ബാധിക്കില്ല എന്നുള്ളതും ലീഗിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഈ തരത്തിലുള്ള വെല്ലുവിളികളെ മറികടക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പൊന്നാനിയിലെ പോലത്തെ ഒരു സാഹചര്യമല്ല നിലമ്പൂരിലേക്ക് വരുമ്പോൾ എന്നുള്ളതാണ്. നിലമ്പൂരിൽ ഈ UDF-ലേക്ക് വരേണ്ട വോട്ടുകൾ ഒന്നുകിൽ UDF-ന് ലഭിക്കാതിരിക്കുകയോ അത് അൻവറിലേക്കോ സ്വരാജിലേക്കോ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം കേവലം 2500-3000 വോട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ ഉറപ്പിക്കാൻ കഴിയുമ്പോൾ 25,000-ലധികം വോട്ടുകളുള്ള സമസ്തയിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടിൽ എത്ര ശതമാനം ലഭിക്കുമെന്ന് ഇപ്പോഴും കണക്കാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെയില്ല. അതാണ് ഈ ഘട്ടത്തിൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു വിഷയമായിട്ട് UDF-ന് മുൻപിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് മറികടക്കാമെന്ന ലീഗിൻ്റെ ആത്മവിശ്വാസം പ്രധാനമായിട്ടും സമസ്തയിലെ എല്ലാവരും ഇതേ നിലപാട് സ്വീകരിക്കില്ല എന്ന പ്രതീക്ഷ മുൻപിൽ വെച്ച് മാത്രമാണ്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. സമസ്തയിലെ ഒരു വിഭാഗം വോട്ടുകൾ ലീഗിന് കിട്ടാതിരിക്കുവാനുള്ള തന്ത്രപരമായ ഒരു സമീപനം കൂടി ഇവിടെ നടത്തുന്നുണ്ട് LDF. അത് കണ്ടറിഞ്ഞാണ് UDF-ന്റെ പ്രതിരോധം.